കുന്നും എന്നും കുന്നും. ഹായ്, ഞങ്ങളങ്ങനെ നെടുങ്കണ്ടത്തോട്ട് പോവാം. ഹായ്, നെടുങ്കണ്ടത്ത് പോകുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു കൂട്ടുകാരനുണ്ട്, സുബിൻ എന്ന് പറഞ്ഞു. അവനിപ്പം ഗാനമേളയും പരിപാടിയൊക്കെ തുടങ്ങി, ഗാനമേള പാട്ട് പാടുന്നതൊക്കെയാണ്. അവൻ്റെ പാട്ടൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പോവാ. പക്ഷെ ആൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോവാ. എന്ത് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നാന്ന് തോന്നുന്നു പരിപാടി. ഇന്നാണ് ഞങ്ങൾ പോവാ. അപ്പൊ ശരി, ഓക്കെ, കാണാം. നെടുങ്കണ്ടത്ത് വന്നിരിക്കുകയാണ്. നെടുങ്കണ്ടത്ത് എവിടെയോ ആണ് അവൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അതിന് ഞങ്ങൾക്ക് പ്രോഗ്രാം എവിടെയാണ് അവിടെ മമ്മൂട്ടി ചിത്രത്തിൽ വാനത്തിലേക്ക് തുടർന്ന അതിമനോഹര ഗാനമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു രാജേഷ് ശിവദർശന.
നീ ഉള്ളതാണോ ഞങ്ങൾക്ക് സംശയം? നീ പാടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ആണോ? കള്ളം പറഞ്ഞാണോ അറിയണല്ലേ? കുഞ്ഞാപ്പിക്ക് മുട്ടായ മണി കൂട്ടാൻ എന്നാലും നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയതാണോ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ രാമക്കൽമലോട്ട് പോയാലോ? ചൈത്രയാത്ര ഇങ്ങനെ കുറവൻ കുറത്തിമല ഇടുക്കിയുടെ ഐതിഹ്യ ചരിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായതിന്റെ പേരിലാണ് കുറവൻ കുറത്തിമല വെച്ചേക്കുന്നത്. ആ, ഇടുക്കിയുടെ ലേബൽ തന്നെ അതല്ലേ. അതായത് ഈ ഡാം, ഇടുക്കി പ്ലേസിലില്ല ഡാം, അപ്പുറം ഇപ്പുറമുള്ള കുറവൻമലയെയും കുറത്തിമലയും യോജിപ്പിച്ചുണ്ടല്ലേ ഇടുക്കിയുടെ ആർച്ച് ഡാം. അപ്പോൾ അത് ഇടുക്കിയുടെ എന്താ പറയുക മൂലാധാരമായിട്ടുള്ള ഒരു കിളിതാ, അതാ പേരാമ്പൽ. ഇതൊന്നും എനിക്കതിനെ പറ്റും. പാടിക്കൊണ്ടിരിക്കുമ്പോൾ നീ മുന്നേ വന്നപ്പോൾ എനിക്ക് പാട്ട് നിർത്താൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഞാനാണെങ്കിൽ ചിലപ്പോൾ പാട്ട് കുളമാക്കും. ഞാൻ പറഞ്ഞു ഇവിടെ അവസരം കുളമാക്കാൻ ഞാൻ കെട്ടുന്നു. പക്ഷെ ഇങ്ങനെ നോക്കുവോ? അത് അതിശയിച്ചു പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെന്നറിയാം. പക്ഷെ മുന്നേ ചാടി വരെ നീയല്ലേ കാണിക്കത്തുള്ളൂ അത്ര ധൈര്യത്തോടെ. ഞാനതാ പറഞ്ഞാ ഇവന്മാരെന്നും ഇതെപ്പോ പ്ലാൻ. അന്നേരം തൊട്ട് എന്റെ ചിന്ത ഇവൻ എല്ലാം ഇതാ ചിന്ത. പക്ഷെ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവരെല്ലാം അതിശയം പറയണം. പത്തനംതിട്ട നിന്റെ കാലമേള കണ്ടിട്ട് 2 പേര് വരിക എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് എന്റെ ഓപ്പണിംഗ് പാട്ട് ഒരു പാട്ട് 2 പാട്ടൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും പ്രിയ ചെറിയ ചില സാങ്കേതിക അടുത്തൊരു പാട്ടിലേക്ക് കടക്കുന്നു പറഞ്ഞാൽ ഞാൻ എപ്പോഴും എസ്കേപ്പ് ആയി. എന്നിട്ട് അടുത്ത ആളിനെ മൈക്ക് വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി ഒരുത്തൻ വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ്. മുഖം തെളിഞ്ഞു കാണുന്നുണ്ട്. അല്ലടാ, ഞാൻ ഇവിടെ വേറെ 2 പേര് ഇരിപ്പുണ്ട്. നീ കണ്ടോ?